സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയും ഗുജറാത്ത് കേരള തീരത്തെ ന്യൂനമർദ്ദപാത്തിയുമാണ് മഴ ശക്തമാകാൻ പ്രധാന കാരണം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. സുനിഷ അയ്യലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സുനിഷ. 7-ാം തീയതി വരെ എന്തായാലും മഴ തുടരുമെന്ന് തന്നെയാണ്. ഇന്നത്തെ മഴയുടെ അലർട്ട് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ മഴയുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ കരുതലോടെ തന്നെ ഇന്നും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. ശ്രുതി, ഉറപ്പായും ഇന്നും കരുതലോടെ നിൽക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മുന്നറിയിപ്പ് പ്രകാരം അത്തരത്തിൽ അതിശക്തമായ മഴ അത് സംസ്ഥാനത്ത് ഒട്ടാകെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അലർട്ടുകൾ പ്രകാരം തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന രീതിയിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ ഈ ശക്തമായ കാറ്റിനുള്ളൊരു സാധ്യത കൂടി നിലവിൽ ഇപ്പോൾ ഉണ്ട്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത പറയുന്നുണ്ട്. ഈ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂനമർദ്ദപാത്തി അത് കേരള തീരത്ത് നിലവിലുണ്ട് എന്നുള്ളതാണ്. അതിന്റെയൊക്കെ സ്വാധീന ഫലമായാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഇങ്ങനെ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി അടുത്ത ദിവസം കൂടി, അതായത് മറ്റന്നാളും അടുത്ത ദിവസവുമായി 6-7 തീയതികളിൽ മഴ കുറച്ചുകൂടി ശക്തമാകാനുള്ള സാധ്യതയാണ് നിലവിൽ പറയുന്നത്. ആ കുറച്ചു ദിവസത്തേക്ക് ഒരു 4 ദിവസം കൂടി നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. ഉയർന്ന തിരമാലയും കടലാക്രമണ സാധ്യതയും ഒക്കെ ഒരു വശത്തും നേരിടുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് കർശനമായി തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മുഴിയാർ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിലെ റെഡ് അലർട്ട് തുടരുന്നുണ്ട്. പമ്പയും മീനച്ചിലാറ്റിലും ഒക്കെ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഓറഞ്ച് അലർട്ട് പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെ ആയ ഒരു പശ്ചാത്തലം കൂടിയാണ്. അതുകൊണ്ട് വരുന്ന മണിക്കൂറുകളിലും ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത് 10 ജില്ലകളിൽ ഈ അവധി വിദ്യാലയങ്ങൾക്കെല്ലാം അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാടാകട്ടെ, തൃശൂരാകട്ടെ, എറണാകുളം ആകട്ടെ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ആകട്ടെ, കോഴിക്കോട്, വയനാട്, അങ്ങനെ വയനാട്ടിലെ ചില ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടുന്ന സ്കൂളുകൾ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പരീക്ഷകളിലും മാറ്റം വന്നിട്ടുണ്ട്. PSC ഇന്ന് നടത്താനിരുന്ന പരീക്ഷ മാറ്റിയിട്ടുണ്ട്. കായികക്ഷമതാ പരീക്ഷ മാറ്റിയിട്ടുണ്ട്. MG സർവകലാശാല 7-ാം തീയതി വരെ നടത്താനിരുന്ന പരീക്ഷകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. തുല്യതാ പരീക്ഷ മാറ്റിവെച്ചത് നാളെ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ മഴയുടെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷകൾ മാറ്റുന്നൊരു സ്ഥിതിയുണ്ട്. സ്കൂളുകൾക്ക് അവധി നൽകിയ ഒരു പശ്ചാത്തലമുണ്ട്. വരുന്ന മണിക്കൂറുകളിലും മഴ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും. എല്ലായിടത്തും അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ശ്രുതിക്ക് ശരി, വ്യക്തമാണ്. അതായത് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ 12 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ കരുതലോടെ ഇരിക്കുക, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.